ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ മത്സരിക്കാൻ വേണ്ടത് ശബ്ദം മാത്രമാണെന്ന് അഖിൽമാരാർ പറയുന്നു. അപ്പോൾ രഞ്ജിനി ഹരിദാസ് പറയുകയാണ്, ഇല്ലെങ്കിൽ നമ്മൾ അടിച്ചമർത്തപ്പെടുന്നു പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റെനീഷ പറയുന്നുണ്ട്, ടാസ്കിലൊക്കെ വിൻ ചെയ്തില്ലേ, ടാസ്ക് വിൻ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഖിൽമാരാർ പറയുന്നുണ്ട്, അതിലൊന്നും ഒരു കാര്യവുമില്ല, ഒരു ടാസ്കും ജയിച്ചിട്ടില്ലാത്തവരല്ലേ ഇവിടെ കയറി ജഡ്ജായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ റിയാസ് സലീമിനെയാണ് പറയുന്നത്. അപ്പോഴേക്ക് റിയാസ് സലീം ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ലാതെ അഖിൽമാരാർ പറയുന്നുണ്ട്, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്, ബിഗ് ബോസ് ജയിച്ചു പക്ഷേ MLA സ്ഥാനം തോറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ജീവിതത്തിൽ നടക്കാം, ചിലയിടത്ത് ജയിക്കാം, ചിലയിടത്ത് പരാജയപ്പെടാം എന്നൊക്കെ രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്. അതൊക്കെ ഓരോ ഭാഗങ്ങളാണെന്ന് പറയുന്നുണ്ട്. എന്തിനാണ് വെറുതെ MLA സ്ഥാനത്തെക്കുറിച്ച് പറയുന്നതെന്ന്. നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോയിൽ പരസ്പരം കുത്താൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ജഡ്ജിമാരും കളയുന്നൊന്നുമില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത്. റിയാസിനിട്ട് അഖിൽമാരാർ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്, രഞ്ജിനിയും കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ രഞ്ജിനിക്കിട്ടും കിട്ടുന്നുണ്ട്, അഖിൽമാരാറിനോട്ടൊക്കെ കിട്ടുന്നുണ്ട്. ഇന്നത്തെ ആദ്യത്തെ എപ്പിസോഡിൽ 3 റൗണ്ടുകളാണ് ഉണ്ടായിരുന്നത്. അഖിൽമാരാറിൻ്റെ ടീം, അതേ റിയാസ് സലീമിൻ്റെ ടീം, അതേപോലെ തന്നെ നമ്മുടെ രഞ്ജിനി ഹരിദാസിൻ്റെ ടീമും. ഈ ടീമുകളിൽ നിന്നെല്ലാം ഓരോരുത്തർക്ക് വീതം പെൻഡൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയിട്ടുണ്ട്. 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. കുറേ പേര് നമ്മുടെ ഔട്ട് ഹൗസിൽ ഇരിക്കുന്നുണ്ട്. അവർക്ക് ഏത് നിമിഷവും അവർ ഈ ഒരു ടാസ്കിൽ നിന്നും പുറത്തായി കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലേക്ക് പോകണം.